he felt that I was very artificial. There were things that was not organically happening for him, but he found my rhythm very interesting. The fact that I failed in a film, and the fact that my father has introduced so many talents into cinema, fully, I just wanted to prove that he wasn't wrong. Release കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത് I played a particular cast എന്നുള്ളത്. പടം റിലീസ് ആയി കഴിഞ്ഞാൽ, കാരണം ആസ് എൻ ആക്ടർ എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. Thank you. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, ആൻഡ് ദിസ് ഇസ് നോട്ട് അബൌട്ട് യു ആസ് ദ ആക്ടർ ഓർ യു ആസ് ദ പ്രൊഡ്യൂസർ, കേട്ടോ. അപ്പോൾ എനിക്ക് I mean, of course, you've gotten a script change and MT sir has approved it, right? And I think even Shyam Charanum not a script, a scene, like climax, the ending, yeah. Ending. അപ്പോൾ Shyam Charanum പറഞ്ഞിട്ടുണ്ട് that ഫാഫ എഴുതിയ വർക്ക് ആവുന്ന രീതിയിൽ. ഇതിൽ ആവേശത്തിൽ രണ്ടോ മൂന്നോ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ദ മൂവീസ് ഹൗ ആ ബിബിയുടെ അമ്മ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ എപ്പോഴും ഓക്കെ ആണോ ഹാപ്പി ആണോ എന്ന് ചോദിക്കണേ. ഇക്ക പണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഫാസിൽ സാർ ഇങ്ങനെ ചോദിക്കുമെന്ന്. അപ്പോൾ ഇസ് ദർ സം റൈറ്റിംഗ് എലമെന്റ് ഓഫ് യോർസ് ദാറ്റ് ഹസ് ഗോൺ ഇൻടു ആവേശം? നോ. ആവേശത്തിൽ ആദ്യം തൊട്ട് തന്നെ ജിത്തു പറയുന്ന കാര്യം, അമ്മ വിളിച്ചിട്ട് ഹാപ്പി അല്ലേ എന്തിനാ അവർ ചോദിക്കുന്നത് അവർക്ക് തന്നെ അറിയില്ല. പുള്ളിക്കാരി ചോദിക്കുന്നത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ്, ഫോൺ എടുത്ത് ചോദിക്കുന്നത്. ആ കോണ്ടെക്സ്റ്റിലാണ് ജിത്തു ആദ്യം തൊട്ട് പറഞ്ഞിട്ടിരുന്നത്. എൻ്റെ കോണ്ടെക്സ്റ്റിൽ വാപ്പ ഞാൻ അമേരിക്ക പഠിക്കുന്ന സമയത്ത് വിളിക്കുമ്പം ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഹൗസ് ദ വെദർ, ഹൗസ് ദ ഹെൽത്ത്, ആർ യു ഹാപ്പി, ഇത്ര കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം സോ ബട്ട് ദിസ് ഈസ് നത്തിങ് ടു ദാറ്റ്. അത് വെച്ചിട്ട് സിനിമ ചെയ്യണം എന്തായാലും. അപ്പോൾ ഇക്ക എഴുതിയ ഏതെങ്കിലും സ്ക്രിപ്റ്റ് ആ സമയത്ത് എഴുതിയ, പണ്ട് എഴുതിയ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്നല്ല അറ്റ്ലീസ്റ്റ് ഒരു പ്ലോട്ട് എന്നുള്ളൊരു ഐഡിയ ഏതെങ്കിലും സിനിമ ആക്കണമെന്ന് ആ സമയത്ത് ഓർമ്മയുള്ള എന്തെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റുമോ? അല്ല, ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. ഐ വിൽ അറ്റംപ്റ്റഡ് ടു റൈറ്റ്. ഇതിന് ഭയങ്കര പേഷ്യൻസും ടൈം ലൈനൊക്കെ ആവശ്യമുള്ള ഒരു ഇത്. അപ്പോൾ എനിക്ക് ആ പ്രോസസ്സ് അത്രയും ഫ്യൂച്ചറിൽ നടക്കുമെന്ന് അറിയില്ല. ഇപ്പം എനിക്ക് അത് പറ്റില്ല. ആൻഡ് ഞാൻ എഴുതുക എന്ന് പറയുന്നത് ഐ റൈറ്റ് ഡിസ്കസ് ഇൻ പ്രസൻസ് ഓഫ് ദ റൈറ്റർ. ഇപ്പോൾ ശ്യാമായ ശ്യാം, മഹേഷാണ് മഹേഷ്, ഇവരുടെയൊക്കെ പ്രസൻസിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇപ്പം ജിത്തു ആയപ്പോഴും. ആൻഡ് ജസ്റ്റ് ദാറ്റ് ഐ റൈറ്റ് ഇറ്റ് ഡൗൺ, യുനോ. അതിൻ്റെ അകത്തൊരു ഭയങ്കര റൈറ്റിംഗ് ഒന്നും പറയാനൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യം എഴുതുന്നേ ഉള്ളൂ. അതെന്താ നോട്ട് ഇപ്പം ഞാൻ എഴുതിയ ഒരു സീൻ സിനിമയിൽ വന്നിട്ടൊന്നുമില്ല. അങ്ങനെ there are few lines or the way the line has to be said is what maximum. അല്ലാതെ അങ്ങനെ എഴുതാനൊന്നും. And I'm very dyslexic that way, you know. ഞാൻ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷേ ഇക്ക ഒരു 18 ഇയേഴ്സിൽ സിനിമയിൽ വന്ന ഒരാളല്ലേ. അപ്പോൾ ആ സമയത്ത് ഓഫ് കോഴ്സ് ഫാസിൽ സാർ പറഞ്ഞിട്ടായിരിക്കും ആക്ട് ചെയ്തത്. പക്ഷേ ഒരു now that you are almost 40, I mean just after 41, എല്ലാ ഒരു 5 years 10 years പീരിയഡിൽ ഒരു ആസ് ആൻ ആക്ടർ പ്രയോറിറ്റീസ് ചേഞ്ച് ആവാറുണ്ടോ? നോ. ആദ്യം എന്തായിരുന്നു? ആദ്യം ആഗ്രഹിച്ച പോലെ തന്നെ ഗ്രേറ്റ് സിനിമ, ഗ്രേറ്റ്. ആദ്യം ഞാൻ പറയട്ടെ, എൻ്റെ ആദ്യത്തെ പടം ഫ്ലോപ്പായി. ഞാൻ അമേരിക്കയിൽ പോയി. ഐ ഹവ് നെവർ തോട്ട് അബൌട്ട് കമ്മിങ് ബാക്ക് ടു സിനിമ. പിന്നെ ഐ ഹാഡ് എ ലൈഫ് ദെയർ. ഐ വാസ് ദെയർ ഫോർ 8 years or something. Then I came back here. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഐ ഹാഡ് ടു ഹാവ് എ ജോബ്. ലൈക്ക് ഐ നീഡ് ടു ഡു സംതിങ്. ഐ വെന്റ് ഫോർ എഞ്ചിനീയറിംഗ്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ ഫിലോസഫിയും സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് വേറെ സയൻസസിലേക്കൊക്കെ മാറി. ഇവിടെ വന്നിട്ട് ജോലി കിട്ടാൻ ഒരു മാർഗമൊന്നുമില്ല. നത്തിങ്. So the only close circle of friends are people in cinema. When I started interacting with them, I had to find a job. Then that's when ഈ writing process like involved ആകാൻ തുടങ്ങി. Then the first acting opportunity came. That was not, ഞാനത് ഒട്ടും സീരിയസ് ആയിട്ട് എടുത്തില്ല. മൃത്യുഞ്ജയം, ഉദയേട്ടനും രഞ്ജയേട്ടനും അവർ they had some trust and that's when I did it. അപ്പം അത് കണ്ടിട്ടാണ് സമീർ വിളിക്കുന്നത്. സോ എൻ്റെ ഈ 8 years ലോങ് പീരിയഡിൽ ഞാൻ ആക്ടിങ്ങിനെ പറ്റി എന്തൊക്കെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ആ വിചാരിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പം വാട്ട് സർപ്രൈസ് മീ വാസ് people were liking it. That was very surprising for me. അപ്പം നമ്മൾ വർക്ക് ചെയ്ത റൂട്ട് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ആൻഡ് സോ then it was about winning the trust. അതിപ്പം then Chapa, 22FK, Diamond Necklace, that went on. Then the trust was built.
then when all this fell in place, it was just about doing things that you believe in, and I wish for that till the end of my day. I just want to do what I believe in, and I hope the priorities of cinema doesn't change that. The only priority is to entertain, not to hit the 100 crore club. അപ്പോൾ അത് ഒരിക്കലും സിനിമയിൽ മാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ സമയത്തും കൂടെ ഈ ഈവൻ വെൻ യു ആർ നോട്ട് ആക്ടിങ് അല്ലേ, ആ സമയത്ത് US ഇരിക്കുമ്പോൾ മേ ബി ഇറ്റ്സ് അറ്റ് ദാറ്റ് ടൈം ദാറ്റ് യു വുഡ് ഹാവ് സീൻ ബിഗ് ബി ഫസ്റ്റ് ടൈം അല്ലേ? കാരണം ബിഗ് ബി 2007 ആയിരിക്കും. 2007. അപ്പോൾ ബിഗ് ബി കാണുമ്പോൾ ഇപ്പം മറ്റേ മനുഷ്യരുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ബിലാൽ എങ്ങനെ കരയുന്നുള്ളൊരു തോട്ട് ആ സമയത്ത് വരാൻ ചിലപ്പോൾ സാധാരണ ജസ്റ്റ് ഒരു സിനിമയായിട്ട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വരാത്തൊരു തോട്ടല്ലേ. ആ സമയത്ത് അത് കാണാനും അത് മനസ്സിലാക്കാനും അതിനെപ്പറ്റി ആലോചിക്കാനും is it because you are thinking about acting? Are you I was thinking about maybe I was എനിക്ക് സിനിമയെന്നാണല്ലോ 18-ാം വയസ്സിൽ ഏറ്റവും വലിയ ഫെയിലിയർ ഉണ്ടായത്. So because I failed in cinema, there were not much doors opening for me. അപ്പം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് US ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ലൈഫ് തുടങ്ങി ഡിഗ്രി ചെയ്ത് അവിടെ ഒരു ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. ഇനി I don't even know when I would come back. And അപ്പം so the life how I thought then ഇതെല്ലാം ഭയങ്കര സർപ്രൈസിംഗ്ലി വന്നു. So the fact that I failed in a film and the fact that my father has introduced so many talents into cinema, അപ്പം എനിക്ക് അങ്ങനെ വന്നൊരു ഇത് പുള്ളി I just wanted to prove that he wasn't wrong, he wasn't wrong about me. എനിക്കപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ സബ്കോൺഷ്യസിൽ ഞാൻ സിനിമകൾ maybe I did observe things a little better than the person sitting next to me, or rather it was when I pointed out something a lot of people saw that. Agreed, yeah. അപ്പോൾ ആ ഡീറ്റെയിലിംഗ് എനിക്ക് അങ്ങനെ ആയിരിക്കും ഉണ്ടായെന്ന് തോന്നുന്നു. And so maybe I subconsciously I was thinking or dreaming about cinema somewhere. And all my life I've seen cinema, right? And you would have also heard the conversations അതിൻ്റെ ഒരു ഡെപ്തും കാര്യങ്ങളും. എനിക്കിപ്പോഴും I remember vaguely conversations of my dad and Siddiq Lal when Siddiq Lal were his assistants. ആ സമയത്തൊക്കെ വീട്ടിലെ ഇന്ററാക്ഷൻസ് ഒക്കെ എനിക്ക് ഇമേജസ് ഓർമ്മയുണ്ട്, കോൺവെർസേഷൻസ് ഓർമ്മയുണ്ട്, സ്ക്രിപ്റ്റിനെ പറ്റിയൊക്കെ how they used to talk in എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. ഞാനത് വിറ്റ്നസ് ചെയ്ത ഓർമ്മയുണ്ട് എനിക്ക്. പക്ഷെ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇക്ക ആ സമയത്ത് ഉള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ലൈക്ക് when you're doing that work and when you're studying and when you're really preparing yourself as an actor, ആ സമയത്ത് there is a development that would have happened. പക്ഷേ Faasil sir in terms of spotting talent is a legend, right? Which is true. ആ സമയത്ത് തന്നെ Faasil sir he saw something in you that would eventually lead to who you are now. അല്ലെങ്കിൽ what do you think the effort and the time that you spent in those 7-8 years, what led to the Fahadh today? He identified ഞാൻ പാപ്പയുടെ ഒരു ഫ്രണ്ട് I have overheard a conversation with my dad and his friend. അപ്പോൾ വാപ്പ പറഞ്ഞത് എൻ്റെ ഋത്തം ഭയങ്കര യുണീക്കാന്ന് പറഞ്ഞു. അതെന്നെ 18-ാം വയസ്സിൽ ഓഡിഷൻ ചെയ്തപ്പോഴും he felt that I was very artificial. There were things that was not organically happening for him. വാപ്പ പറഞ്ഞു കേട്ട കാര്യം. But he found my rhythm very interesting. And I still work on that rhythm. So I think he identified that rhythm. He spotted the talent, I think. Bakiellam, everything happened together, I think. But the fact that he believed in the rhythm in which I performed then, he thought that was interesting. It's not an easy thing to spot. ഇപ്പോൾ ഈ rhythm എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞുള്ള പോസും the way he picks up the next, അപ്പോൾ അതിനെപ്പറ്റി എന്തോ സംസാരിച്ചതെന്ന് തോന്നുന്നു. അതിപ്പോഴും ഞാൻ പടങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് ഡയറക്ടേഴ്സ് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ മോഡുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് whatever rhythm that is, he was right even then. ഇക്ക ഇപ്പോൾ നമ്മൾ നേരത്തെ വിക്രത്തിൻ്റെ സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇക്ക പറഞ്ഞില്ലേ, ഇപ്പോൾ ഇക്കയുടെ ഡബിങ്ങിൻ്റെ ഒരു ഡേ കഴിഞ്ഞു, പക്ഷേ ഒരു റീലോ 2 റീലെന്തോ ആയിട്ടുള്ളൂ.
കമൽ സാർ വന്നു 4 ഫിലിം 4 ലാംഗ്വേജ് തീർന്നു. അതുപോലെ തന്നെ ഈവൻ ദ വേ യു ആർ ടോക്കിംഗ് അബൌട്ട് ദ ബോയ്സ് ഇൻ ആവേശം അല്ലേ, ഭയങ്കര ഒരു കോൺഷ്യസ്നെസ് ഇല്ലാണ്ട് ഭയങ്കര ഫ്രീ ആയിട്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ വെൻ യു ആർ സീയിങ് ആക്ടേഴ്സ് ഓപ്പോസിറ്റ് യു, എങ്ങനെ വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട് യുവർ സെൽഫ്? ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുന്നുള്ളൂ, അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഒരു ഡോണ്ട് യു ഫീൽ ദാറ്റ് യു ആർ ഓൾസോ നാച്ചുറൽ? ഇപ്പോഴത്തെ കഷ്ടപ്പാടെന്ന് വെച്ചാൽ വിശാൽ, ഇപ്പോഴത്തെ കഷ്ടപ്പാട് ലക്ഷറി അല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ചോളം, to be very honest, it's a luxury that I can go back any time and reshoot what I want. എനിക്ക് ഇവരുടെ അത്ര ഓർഗാനിക് അല്ല ഞാൻ. ഇപ്പം ദ ബോയ്സ് ഇൻ ആവേശം, ഇപ്പം പ്രണവായാലും മിഥുനായാലും റോഷനായാലും, I've never seen them looking for the camera or asking what lens it is or ഒന്നും അവർ ചോദിക്കാറില്ല. കാരണം they very എന്താ പറയുക, they're not conscious about, see, because അവരെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ ജനറേഷനിലുള്ള ആൾക്കാരെല്ലാവരും ക്യാമറ ഇസ് നോട്ട് എന്താ പറയുക ഏലിയൻ തിങ് ഫോർ ദം, യുനോ. ക്യാമറയും ഫിൽറ്റേഴ്സും ലെൻസസും ഒന്നും അവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ദേ നോട്ട് കോൺഷ്യസ് അബൌട്ട് ദാറ്റ് അറ്റ് ഓൾ. ആൻഡ് കമൽ സേഴ്സ് ഇസ് പ്യുവർ എക്സ്പീരിയൻസ്. ഐ എം റൈറ്റ് ഇൻ ബിറ്റ്വീൻ. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇല്ല, ഇവരുടെ അത്രയും ഓർഗാനിക്കും അല്ല. ഞാൻ ഇതിൻ്റെ നടുക്ക് നിന്നിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അത് കോൺഷ്യസ് ആയിട്ട് എനിക്കറിയാം വേർ ആം ഐ സ്റ്റാൻഡിങ് ആൻഡ് ഹൗ ഐ ഷുഡ് പ്ലേ ഇറ്റ് വിത്ത്. പക്ഷെ ഇപ്പം ഈ എൻ്റെ കാര്യത്തിൽ നടക്കുന്ന റീഷൂട്ടൊക്കെ അത് ലക്ഷറി അത് അതൊക്കെ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ക്യാൻ ഹാപ്പൻ ഫോർ എ വെരി ലോങ് ടൈം ആൻഡ് ഓൾ ദാറ്റ്. പ്രൈമർലി ഹാപ്പൻസ് ബിക്കോസ് I work within my comfort zones and all that. But I find that to be true about Nazriya also. She is very difficult to catch her acting. അങ്ങനെ പ്രിപ്പറേഷൻ അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. ഭയങ്കര അത് വെറുതെ എന്നുവെച്ചാൽ even if she's not thinking there's a camera there, it's like perfect. Nazriyakum, so she's also not very conscious about it. Again, so Nazriya's been doing films from very young age. Camera conscious alla, but she I've noticed she does a lot of homework. She's going to start a film. Now homework as in she doesn't like sit and discuss about the film. Randomly we'll be doing something, ingane ee padane patti endengilum oru karyam parayum illa endengilum choikkum adu ingane cheyട്ടെ എന്നൊക്കെ ചോദിക്കും. It'll be like that, but I've understood that she prepares before she is on the sets. But it's very different from your style. My process is evident, right? Like നമ്മൾ വന്ന് പെർഫോം ചെയ്ത് നോക്കി എന്നിട്ടാണല്ലോ പതുക്കെ ഭയങ്കര. I think even Nazriya half jokingly said, എനിക്ക് ഈ ഇടയ്ക്ക് ആവേശത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഇക്കനെ കാണാൻ വന്നപ്പോൾ യു ആർ ഇൻ ദാറ്റ് മൂഡ് അല്ലേ, ഒരു രംഗണ്ണൻ്റെ ഒരു ജോളി മൂഡിലൊക്കെ. അപ്പോൾ fundamentally when you're playing a character like that, or when you've done the 3 Andikad films and all that, is life a little better or chill ആണോ life for you, for somebody like you? ഇല്ല, എനിക്ക് അങ്ങനെ സെയിം ആണ്. ആവേശത്തിലായാലും സീൻസ് റിക്വയർ ലോട്ട് ഓഫ് എനർജി, റൈറ്റ്? സോ ഭയങ്കര ഫുൾ ഓൺ ആയിട്ടാണല്ലോ ഇയാൾ എപ്പോഴും നിൽക്കുന്നത്. സോ ദാറ്റ് വാസ് ദ സെയിം ഫോർ ട്രാൻസ്. സോ ഈ ഫിസിക്കൽ എക്സേർഷൻ കൊണ്ടുള്ള ടയർഡ്നെസ് അല്ലാതെ റിഗാർഡ്ലെസ് ഓഫ് ദ ക്യാരക്ടേഴ്സ്, സി അൺലെസ് ഐ എം ഹാവിങ് ഫൺ, ഓൾ ദിസ് വോണ്ട് വർക്ക്. നോട്ട് ജസ്റ്റ് മീ, എവ്രിവൺ ഹാസ് ടു ഹാവ് ഫൺ, റൈറ്റ്? ഇതിനകത്ത് ആ ഫൺ ആണ് നമ്മൾ പുറത്തോട്ട് വരുത്താൻ നോക്കുന്നത്, യുനോ. അപ്പം അതുള്ളപ്പം the moment that goes off, എല്ലാവർക്കും മടുക്കുമല്ലോ. ലെറ്റ്സ് ട്രൈ ഇറ്റ് another time, let's യുനോ. സോ ദാറ്റ് ആ എനർജിയിലാണ് ഇതെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത്. സോ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത് തൊട്ടടുത്ത ആളും എൻ്റെ അത്രയും തന്നെ എൻജോയ് ചെയ്യണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. You always said how acting has made you a better person. ഇതിന് എനിക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ, പെർട്ടിക്കുലർ ക്യാരക്ടർ? അതല്ലാണ്ട് when you're playing a negative character, does it speeden up this process because you're going into a negative zone and then just trying to get it out of your system? Acting has made me a better person എന്ന് പറയുന്നത് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളോ ഞാൻ ചെയ്ത സിനിമകളോ വെച്ച് അങ്ങനെയല്ല, ഈ പ്രോസസ്സാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഒരാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാൾ എന്തിനാണ് അങ്ങനെ ഇപ്പം ഇങ്ങനെ ബിഹേവ് ചെയ്തുകൂടായിരുന്നു അയാൾക്ക്. അപ്പം എൻ്റെ പ്രോസസ്സാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ ഞാൻ ചെയ്ത സിനിമകളോ ഒന്നുമല്ല. I still believe that that's given a different layer to the individual I am. But regardless if a person is right or wrong, I want to hear that person out. Like, you know. Yeah. അങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ പണ്ട്.
I was very judgmental, you know. That empathy is... It's very different. I want to hear out the person and then take a call. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഫീൽഡിലല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അതൊന്നും ഞാനിപ്പോൾ ഒരു I was doing a 9 to 6 job. I don't think ഞാൻ എൻ്റെ ഒരു ബേസിക് ബീയിങ് ഇത്രയും സ്ട്രെച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ കരിയറാണ് എനിക്ക് തന്നത്. അതല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, ഇറ്റ്സ് ഹാപ്പൻ ടു യു ഐ തിങ്ക് ക്വൈറ്റ് റീസെൻ്റ്ലി. പക്ഷേ ഷമ്മി എന്നുള്ള ക്യാരക്ടർ ചെയ്തു. യു ഡൺ യുവർ ജോബ് എക്സ്ട്രീംലി വെൽ. ദാറ്റ്സ് വൈ പീപ്പിൾ ഹാവ് ദീസ് ഫീലിങ്സ് ടുവേർഡ് ഷമ്മി. അതുപോലെ തന്നെ രത്നവേൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇൻ മാമന്നൻ, അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. when they're taking it out of context, when they're celebrating those characters, as an actor, adil, of course you might feel bad that they're doing this with your characters. But what is your feeling about that? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ സംഭവിക്കുമ്പോൾ? Is it beyond you? It is totally beyond me, right? The intention was genuine. Everything was... release ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് I played a particular cast എന്നുള്ളത്. പടം റിലീസ് ആയി കഴിഞ്ഞാൽ. കാരണം ആസ് എൻ ആക്ടർ എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഇയാൾ ഏത് കാസ്റ്റാ അതൊന്നും അറിയേണ്ട ഒരു കാര്യം എനിക്കില്ല. I know that okay, he is in the upper caste, of the power structure, and the other characters are. ഇത് മാത്രമേ ആസ് എ പെർഫോമർ എനിക്ക് അറിയേണ്ട കാര്യമുള്ളൂ. Rest of things is totally beyond my understanding and beyond my control. And yeah, so even in our character ആയപ്പോലും you see both sides of him, right? How he became this. Yeah. അപ്പം അതാണോ ആൾക്കാർക്ക് ആ കണക്ട് കൊടുത്തതെന്ന് എനിക്കറിയില്ല. You know, seeing him as a human being, like, you know, you see him, you know, you start the film seeing him kill a dog, then you see him so vulnerable. So I don't know if that's the connect audience had with that character. In fact, I have not met Mari after that. I have to meet him and talk to him about all this. എന്തുകൊണ്ട് അങ്ങനെ? What Mari said was that I asked him, why do you want to show the vulnerable side of him? Mari clearly said, അല്ല എനിക്ക് അവരും അങ്ങനെ ആണെന്ന് കാണിക്കണം. എനിക്ക് രണ്ടാൾക്കാരുടെയും ഇവർക്ക് രണ്ടുപേർക്കും വളറബിൾ സൈഡ് ഉണ്ട്, എന്നിട്ട് ഇവർ അണ്ടർസ്റ്റാൻഡിങ് അല്ല എന്നുള്ളതാണ് മാരിയുടെ പോയിന്റ്, വിച്ച് വാസ് വെരി വാലിഡ്. അപ്പോൾ സോ എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കാം ഒരു പുതിയ രീതിയിലുള്ള ഒരു വില്ലനെ കണ്ടതായിരിക്കാം ഒരു കണക്ട് ഉണ്ടായത് ചിലപ്പോൾ. പക്ഷേ the trolls and memes ഒക്കെ you just have to ignore it, അല്ലാണ്ട് വേറെ ഒന്നും. What can I do? Okay. ഇപ്പം 2-3 ലൈറ്റ് ക്വസ്റ്റ്യൻസ് കേട്ടോ, കം ടു ജസ്റ്റ് കീപ് ഇറ്റ് ലൈറ്റർ. എനിക്ക് പേഴ്സണലി ആവേശത്തെ മാസ് സീൻ, ഐ ഹോപ്പ് പീപ്പിൾ ഗെറ്റ് ഇറ്റ് വെൻ ദേ സീ ഇറ്റ് ഓൺ OTT ആൻഡ് ഓൾ ദാറ്റ്, ദേ അണ്ടർസ്റ്റാൻഡ് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. കാരണം എത്ര കാര്യങ്ങൾ ശരിയായിട്ട് വന്നാലാണ് ആ മറ്റേ യൂറിനൽ അല്ലേ, ഇറ്റ്സ് ദ ലാസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് യു തിങ്ക് എ ഹീറോ ഇൻട്രോ സീൻ ഇസ് സപ്പോസ് ടു ബി ഗonna get shot. What is your favorite mass intro scene in Indian cinema, like Malayalam cinema എന്താന്ന് വെച്ചാൽ? See, not mass and all that. I like how Maniratnam introduces his heroines in the films. Buying a magical moment, like or the boy-girl meeting moment. I don't Love know. at first sight. Even Bombay. You are thinking about Manisha Koirala, right? Yeah. That's under the background score again. Okay. Totally. Not in Gitanjali, the moment is amazing. Correct. Even Pallavi Anupallavi. That's also all his films. The hero-heroine meeting moment is like beautiful. Nayagan is the. Of course. In the brothel. എനിക്ക് അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ഓർമ്മയുള്ളത്. പിന്നെ എന്താ പറയുക, യു സ്പോക്കൺ അബൌട്ട് അമാറസ് പെറോസ് ആൻഡ് സിനിമ പാരഡൈസ് അല്ലേ, ലൈഫ് ചേഞ്ചിങ് മൂവീസ്. ഇതുപോലെ ക്ലോസസ്റ്റ് ആയിട്ട് വന്ന ഒരു മലയാളം സിനിമ ഏതായിരിക്കും? ഓക്കെ, awesome. I didn't expect that. And finally, ഇപ്പോൾ പണ്ട് ഫാസിൽ സാറ് ചോദിച്ചിരുന്ന പോലെ അല്ലെ, വിളിക്കുമ്പോൾ ഓക്കെ ആണോ, ഹാപ്പി ആണോ? കാരണം യു ഹാഡ് 2 ഇൻഡസ്ട്രി ഹിറ്റ്സ് ഇൻ ലൈക്ക് 3 ലാംഗ്വേജസ് അല്ലെ, ഈ കൊല്ലം തന്നെ 2 ബ്ലോക്ക് ബസ്റ്റർ സെറ്റാണ് അല്ലേ. ഇപ്പൊ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ടോ ഒരു ഹാപ്പി ആണോ, സന്തോഷമാണോ? ഹാവ് യു ഗിവൺ ഹിം ദാറ്റ്? ഒരുപാട് ഫിലോസഫിക്കൽ അല്ലാത്തൊരു ആൻസർ ഞാൻ പറയാം. All of us, my father, me, our family, we all believe that nothing is permanent. Okay? Nothing is for long. അത് സന്തോഷമായാലും സങ്കടമായാലും nothing is for long.
in between whatever is happening shouldn't change the individual you are. ഇതൊന്നും എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല. പ്രേമലു ആയാലും ആവേശം ആയാലും ഇറ്റ്സ് അഗൈൻ ലൈക്ക് മാമന്നൻ, ഇറ്റ്സ് ബിയോണ്ട് മൈ അണ്ടർസ്റ്റാൻഡിങ്, യു നോ. And I'm just witnessing it. I'm not. I hope I don't get carried away. And I'm just witnessing it. And it's just not for me. It's a beautiful phase for the industry. So, other ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നമുക്ക് ഇനി വരാൻ എങ്ങനത്തെ സിനിമകൾ വേണേലും ഇനി വരുന്ന 2 വർഷത്തിൽ മലയാളത്തിലുണ്ടാവാം. So that is so exciting. Thanks so much, Ika. Thanks, Vishal. Such a pleasure to interview a school senior. You know, it's never Choice. Yeah, of course. Wow.